أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب قل يا عبادي الذين آمنوا اتقوا ربكم للذين أحسنوا في هذه الدنيا حسنة وأرض الله واسعة إنما يوفى الصابرون أجرهم بغير حساب. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنذر الناس يوم يأتهم العذاب فيقول الذين ظلموا ربنا أخرنا إلى أجل قريب نجب دعوتك ونتبع الرسل أولم تكونوا أقسمتم من قبل ما لكم من زوال. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സ്നേഹനിധികളായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹൃദയരായ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സമ്മേളനത്തെ അവന്റെ അടുക്കൽ സ്വീകാര്യമായ പ്രതിഫലാർഹമായ ഒരു സദസ്സായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. മഹത്തായ ഈ സംഗമത്തിൽ സംബന്ധിച്ചതുപോലെ അല്ലാഹു അവന്റെ വിനീതരായ ദാസന്മാർക്കായി ഒരുക്കിയിട്ടുള്ള
അനുഗ്രഹ സമ്പൂർണമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കാനുള്ള തൗഫീഖ് നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഐഹിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന് അടിസ്ഥാനപരമായ ചില തിരിച്ചറിവുകൾ ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ആ ചിന്ത ഇട്ടുകൊടുക്കുകയും മനുഷ്യനെ കൂടുതൽ ബോധവാനാക്കുകയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ മനുഷ്യരോടായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യം, അഫഹസിബതും അന്നമാ ഖലഖനാകും അബഥ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അല്ല, നിങ്ങൾ കരുതുന്നുവോ, നിങ്ങൾ വിചാരിക്കുന്നുവോ, അന്നമാ ഖലഖനാകും അബഥ, നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണ്, വെറുതെ നിങ്ങളെ നാം ഐഹിക ലോകത്തേക്ക് പറഞ്ഞയച്ചതാണ് എന്ന് നിങ്ങൾ കരുതുന്നുവോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, തീർച്ചയായും നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടാത്തവരാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? മനുഷ്യന്റെ ജീവിതം ഒരിക്കലും ഒരു കളിതമാശയല്ല. മനുഷ്യ ജീവിതത്തിന് അർത്ഥമുണ്ട്. മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ ചില മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് അല്ലാഹു ആ ചോദ്യം ഉന്നയിക്കുന്നത്. നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണോ എന്ന ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ അവർ സ്വീകരിക്കേണ്ട അടിസ്ഥാന മൂല്യങ്ങളെ മനുഷ്യൻ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിന്റെ ചില ഭാഗങ്ങളിൽ ഈ ചോദ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ മറുപടി പറയുന്നത് കാണാം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയാഇന്റെ 16-ാം സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമാ ഖലഖനസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. വമാ ഖലഖനസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. ഒരിക്കലും ആകാശത്തെയോ ഭൂമിയെയോ ആകാശഭൂമികൾക്കിടയിലുള്ള വസ്തുക്കളെയോ ഞാൻ വെറുതെ കളിയായി തമാശയായി സൃഷ്ടിച്ചതല്ല. ഇതൊന്നും വെറുതെയല്ല, ഇതൊരു കളിയല്ല, ഇതൊരു തമാശയല്ല. വമാ ഖലഖനസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാതിലാ ദാലിക ളന്നുൽ ലദീന കഫറൂ ഫവൈലുൽ ലില്ലദീന കഫറൂ മിനൻ നാർ. വമാ ഖലഖനസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാതിലാ, ആകാശത്തെയോ ഭൂമിയെയോ ആകാശഭൂമികൾക്കിടയിലുള്ള വസ്തുക്കളെയോ ഞാൻ വെറുതെ വൃഥാവിൽ സൃഷ്ടിച്ചതല്ല, ബാത്തിലായ ഒരവസ്ഥയിൽ സൃഷ്ടിച്ചതല്ല. ആകാശഭൂമികൾക്കിടയിലുള്ള കോടാനക്കോടി ചരാചരങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണെന്ന വാദം ദാലിക ളന്നുൽ ലദീന കഫറൂ, അവിശ്വാസികളായ ആളുകളുടെ ഊഹം മാത്രമാണ്. ഇതൊക്കെ വെറുതെ ഒരു ജീവിതം, ഇതൊക്കെ ഒരു പ്രകൃതിയുടെ വികൃതി, ഇങ്ങനെയൊക്കെ കരുതുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ദാലിക ളന്നുൽ ലദീന കഫറൂ, അവിശ്വാസികളുടെ ഊഹം മാത്രമാണ്. ഫവൈലുൽ ലില്ലദീന കഫറൂ മിനൻ നാർ, ആ ധാരണയിൽ ജീവിക്കുന്ന ആളുകൾ, അവിശ്വാസികൾ അവസാനം അതുവഴി നരകത്തിൽ എത്തിച്ചേരും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വെറുതെയാണ്, ഇത് കേവലം തോന്നലുകളാണ്, ഇതൊക്കെ പ്രകൃതിയുടെ വികൃതികളാണ് എന്ന് ചിന്തിച്ച് തള്ളിക്കളയുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുകയില്ല. ബുദ്ധിയുള്ള മനുഷ്യൻ ഒരിക്കലും അങ്ങനെ ഐഹിക ലോകത്തെ വിലയിരുത്തുവാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു,
ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار إن في خلق السماوات والأرض ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും വഖ്തിലാഫിൽ ലൈലി വന്നഹാരി രാപ്പകലുകളുടെ മാറ്റത്തിലും ലആയാതിൽ ലിഉലിൽ അൽബാബ് ചിന്തിക്കുന്നവർക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. വിശാല വിസ്തൃതമായ ആകാശത്തിന്റെ സൃഷ്ടിപ്പിൽ, വിശാല വിസ്തൃതമായ ഭൂമിയുടെ സൃഷ്ടിപ്പിൽ, അതുപോലെ മാറി മാറി വരുന്ന ഋതുഭേദങ്ങളുടെ കാര്യങ്ങളിൽ, രാപ്പകലുകളുടെ കാര്യത്തിൽ ചിന്തിക്കുന്നവർക്ക് ധാരാളം ദൃഷ്ടാന്തമുണ്ട്. ആരാണ് ചിന്തിക്കുന്നവരെന്ന് പറഞ്ഞാൽ, ആരാണ് ആലോചിക്കുന്നവരെന്ന് പറഞ്ഞാൽ, അല്ലദീന യദ്കുറൂനല്ലാഹ്, അവർ അല്ലാഹുവിനെ സ്മരിക്കുന്നവരാണ്, റബ്ബിനെ ഓർക്കുന്നവരാണ്. ഖിയാമൻ നിന്നുകൊണ്ടും വഖുഊദൻ ഇരുന്നുകൊണ്ടും വഅലാ ജുനൂബിഹിം അവരുടെ പാർശ്വങ്ങളിൽ ചാഞ്ഞു കിടന്നുകൊണ്ടും അവർ അല്ലാഹുവിനെ സ്മരിക്കുന്നവരാണ്, റബ്ബിനെ ദിക്ർ ചെയ്യുന്നവരാണ്. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അവർ ഉറ്റാലോചിക്കുന്നവരുമാണ്. അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നതോടൊപ്പം, അല്ലാഹുവിനെ സ്മരിക്കുന്നതോടൊപ്പം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും അവർ ചിന്തിക്കുന്നു, ആലോചിക്കുന്നു. എന്നിട്ട് അവർ പറയുന്ന വാചകം റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ, അല്ലാഹുവേ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, ഇതൊന്നും നീ ബാത്തിലായി സൃഷ്ടിച്ചതല്ല, ഇതൊന്നും കളിയല്ല, തമാശയല്ല. നേരെ മറിച്ച് എല്ലാത്തിനും കൃത്യമായ ഉദ്ദേശമുണ്ട്, കൃത്യമായ ബാധ്യതാ നിർവഹണമുണ്ട്, കൃത്യമായ ഒരു പ്ലാനിങ് നീ ഒരുക്കി വെച്ചതായി മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് സുബ്ഹാനക, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. ഫഖ്നാ അദാബന്നാർ, കത്തിക്കാളുന്ന നരകശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം എന്ന് ഈ ആകാശഭൂമണ്ഡലങ്ങളെ സംബന്ധിച്ചുറ്റാലോചിക്കുന്ന, അല്ലാഹുവിനെ സ്മരിക്കുന്ന, റബ്ബിനെ ദിക്ർ ചെയ്യുന്ന ആളുകൾ അവർ പറയും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇത് വളരെ വലിയ ഐഹിക ലോകത്തെ മനുഷ്യർ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു അറിവാണ്. എന്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്. ഈ ലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായൊരു പ്ലാനിങ് നൽകിയിട്ടുണ്ട്. ഈ ലോകത്ത് മനുഷ്യർക്കായാലും അതുപോലെ തന്നെ ഈ ലോകത്തെ ചെറുതും വലുതുമായ സർവ്വ വസ്തുക്കളായാലും അതിനെല്ലാം കൃത്യമായ ഒരു ഉദ്ദേശ്യമുണ്ട് എന്നത് വളരെ വ്യക്തമായി ഞാനും നിങ്ങളും അറിയേണ്ട, മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ഐഹിക ലോകത്ത് ജീവിക്കുമ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് അവന്റെ ജീവിതം അർത്ഥവത്താകുന്നു, നമ്മുടെ ജീവിതത്തിന് എന്തുകൊണ്ട് പ്രസക്തി ഉണ്ടാകുന്നു, വിശുദ്ധ ഖുർആൻ അതിന് മറുപടി പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖിയാമയുടെ 26 മുതൽ 40 വരെയുള്ള സൂക്തങ്ങളിൽ വളരെ വിശദമായി തന്നെ പറയുന്നത് കാണാം. എന്താണ് അവിടെ അല്ലാഹു പറയുന്നത്? കല്ലാ ഇദാ ബലഗത്തിത് തറാഖിയ വഖീല മൻ റാഖ് وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. കല്ലാ, വേണ്ട മനുഷ്യ, അഹങ്കാരം വേണ്ട, ഗർവ് വേണ്ട. ഇദാ ബലഗത്തിത് തറാഖിയ, നിന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തിയാൽ, നിന്റെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ, ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന, ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്ന ആ ഘട്ടത്തിൽ, നീ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിൽ, വഖീല, അവിടെ പറയപ്പെടുകയാണ്, മൻ റാഖ്, ആരാണെന്ന് മന്ത്രിക്കാനുള്ളത്. ആ മനുഷ്യന് ഒരാശ്വാസത്തിനൊന്ന് മന്ത്രിച്ചു കൊടുക്കാൻ ആരാണുള്ളത് എന്ന് അവിടെ പറയപ്പെടുകയാണ്. ഇല്ല, ഇനി എന്ത് ചെയ്താലും രക്ഷയില്ല എന്നവൻ ഉറപ്പിക്കുകയാണ്. ആധുനികമായ സജ്ജീകരണങ്ങളുള്ള ഹോസ്പിറ്റലിൽ അറിയപ്പെടുന്ന ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ അതേ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഈ സംവിധാനങ്ങൾ ഇവിടെ പരാജയപ്പെടുകയാണ്, ഈ ഡോക്ടർമാർ ഇവിടെ പരാജയപ്പെടുകയാണ്, ഞാൻ ഈ ലോകത്ത് നിന്ന് യാത്രയാവുകയാണെന്ന് ആ മനുഷ്യൻ ഉറപ്പിക്കുകയും
അതേ ആ മനുഷ്യന്റെ ജീവിതത്തിലെ അവസാനത്തെ പ്രകടനം അതേ കണങ്കാലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് കോച്ചു വലിച്ചാൽ ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ്. അല്ലാഹ് പറയുകയാണ്, ഇനി മടക്കം അല്ലാഹുവിന്റെ അടുക്കലേക്കാണ്, ഇനി തിരിച്ചുപോക്ക് റബ്ബിന്റെ അടുക്കലേക്കാണ്. അന്നേ ദിവസം നീ തിരിച്ചു പോകുന്നത് അല്ലാഹുവിന്റെ അടുക്കലേക്കാണ്. അതുകൊണ്ടാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. മനുഷ്യ ജീവിതത്തിന് പ്രസക്തിയുണ്ട് എന്ന് പറയുന്നത്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം അത് അർത്ഥവത്താണ് എന്ന് പറയുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുകൊണ്ട് വിശദീകരിക്കുന്നുണ്ടല്ല. ഓ മനുഷ്യരെ, നിങ്ങൾ കരുതിപ്പോയോ? ഓ മനുഷ്യരെ, നിങ്ങൾ വിചാരിച്ചു പോയോ? അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ, നിങ്ങൾ വെറുതെ അങ്ങ് വിട്ടേക്കുമെന്ന്, മരണത്തോടെ നിങ്ങൾ ഒന്നുമല്ലാതായി പോകുമെന്ന്, അതോടെ എല്ലാം കഴിഞ്ഞുവെന്ന് നിങ്ങൾ വെറുതെ ഉപേക്ഷിച്ചു കളയുമെന്ന് നിങ്ങൾ കരുതിയോ? അതെ, അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല, ഒരിക്കലും നിങ്ങൾ കരുതേണ്ടതില്ല. നേരെ മറിച്ച് രണ്ടാമത് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമുള്ള കാര്യമല്ല. ഈ ലോകത്ത് കുറെ കാലം ജീവിച്ച്, കുറെ ചിരിച്ച്, കുറെ തമാശകൾ പറഞ്ഞ്, കുറെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച് അവസാനം ഈ ലോകത്ത് നിന്ന് യാത്രയായി മണ്ണോട് മണ്ണു ചേർന്നെല്ലാം അവസാനിച്ചു എന്നൊരിക്കലും കരുതണ്ട. നേരെ മറിച്ച് രണ്ടാമത് കുഴിമാടങ്ങളിൽ നിന്ന് നിങ്ങൾ നാം പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അള്ളാഹുവിനത് പ്രയാസമുള്ള കാര്യമല്ല. കാരണം അലം യകുനു തുഫതം മിൻ മനിയ്യുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മനുഷ്യ, അലം യകുനു തുഫതം മിൻ മനിയ്യുംനാ, ശ്രവിക്കുന്ന ഇന്ദ്രിയത്തിലെ കോടാനകോടി ബീജങ്ങളിൽ ഒരു കണമായി കഴിഞ്ഞ ഒരു കാലം നിനക്കുണ്ടായിരുന്നില്ലേ? ആ അവസ്ഥയിലായിരുന്നില്ലേ നീ? തുമ്മക്കാന അലക്കത്തൻ, പിന്നെ അത് ഭ്രൂണമായി മാറി മാതാവിന്റെ ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു രക്തക്കെട്ടമായി മാറുകയാണ് എന്ന് മാത്രമല്ല, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സൃഷ്ടിച്ച് ശരിപ്പെടുത്തി കൊണ്ടുവരികയാണ്. ഫജഅല മിൻഹു സൗജൈനി الذكر والأنثى, അതിൽ നിന്ന് ആണുവേറെ പെണ്ണുവേറെ എന്ന നിലയിൽ അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ച് പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ അലൈസ ദാലിക ബിഖാദിരിൻ അലാ അയ്യുഹ്യിയൽ മൗതാ, ഇത്ര മാത്രം ചെയ്യാൻ കഴിയുന്ന, ഇത്രയേറെ ചെയ്യാൻ കഴിയുന്ന ആ റബ്ബിന് നിങ്ങളുടെ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വല്ല പ്രയാസവും ഉണ്ടോ? അല്ലാഹു ചോദിക്കുകയാണ്. ഇത്രയുമൊക്കെ ആ റബ്ബിന് ചെയ്യാൻ കഴിയുമെങ്കിൽ, ഇതിനെല്ലാം അല്ലാഹുവിന് സാധിക്കുമെങ്കിൽ, രണ്ടാമത് നിങ്ങളെ പുറത്തു കൊണ്ടുവരിക എന്നത് അല്ലാഹുവിന് പ്രയാസമുള്ള കാര്യമാണോ? ഏതൊരു മനുഷ്യനും പറഞ്ഞു പോകും എന്ത്? ഇല്ല, ഒരിക്കലും അല്ലാഹുവിന് ഒരു പ്രയാസവും ഇല്ല. മരിച്ചതിനു ശേഷം രണ്ടാമത് മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നത് അല്ലാഹുവിന് പ്രയാസമുള്ള കാര്യമല്ല. അത് തന്നെയാണ് മാന്യ സഹോദരങ്ങളെ നമ്മുടെയും പ്രശ്നം. മരണത്തോടെ എല്ലാം തകർന്നടിഞ്ഞ് ഒന്നും അവശേഷിക്കാത്ത രൂപത്തിൽ നാം അങ്ങ് നശിച്ചു പോവുകയായിരുന്നുവെങ്കിൽ മരണം എത്ര അനുഗ്രഹമായിരുന്നു, മരണം എത്ര റാഹത്തായിരുന്നു. ഫലൗ കുന്നാ ഇദാ മിത്നാ തുരികിനാ ലകാനൽ മൗതു റാഹത കുല്ലി ഹയ്യി വലാകിന്നാ ഇദാ മിത്നാ ബുഇസ്നാ വനുസ്അലു ബഅദഹു അൻ കുല്ലി ശൈഇ. ഫലൗ കുന്നാ ഇദാ മിത്നാ തുരികിനാ, നാം അങ്ങ് മരിച്ചതിനു ശേഷം, മണ്ണോട് മണ്ണു ചേർന്നതിനു ശേഷം തുരിക്കിനാ, നമ്മൾ അങ്ങ് ഉപേക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ലകാനൽ മൗതു റാഹത കുല്ലി ഹയ്യി, ഇന്ന് ലോകത്തുള്ള സർവമാന ജീവജാലങ്ങൾക്കും മരണം ഒരു അനുഗ്രഹമാകുമായിരുന്നു, മരണം ഒരു റാഹത്താകുമായിരുന്നു. കടം കയറി വിഷമിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ അവന് അഭയമാകുമായിരുന്നു. പ്രയാസങ്ങൾ കൊണ്ട്, ദുഃഖം അനുഭവിച്ചുകൊണ്ട്, കഷ്ടപ്പെട്ടുകൊണ്ട് കഴിയുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒരു കുപ്പി വിഷം അവന് സമാധാനമാകുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്, അങ്ങനെയല്ലല്ലോ സംഭവിക്കാനുള്ളത്. വലാകിന്നാ ഇദാ മിത്നാ ബുഇസ്നാ, നാം മരിച്ചു കഴിഞ്ഞാൽ, മണ്ണോട് മണ്ണു ചേർന്നു കഴിഞ്ഞാൽ രണ്ടാമത് നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമല്ലോ. ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് മാത്രമല്ല, വനുസ്അലു ബഅദഹു അൻ കുല്ലി ശൈഇ, അതിനുശേഷം മനുഷ്യ നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ സർവമാന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അല്ലാഹുവിന്റെ മുന്നിൽ വിചാരണയുണ്ടാകുമല്ലോ. അതുകൊണ്ട് അത് വലിയ പ്രശ്നമാണ്.
അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ലോകത്ത് കടന്നു വന്ന നബിമാർ, അമ്പിയാക്കന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരിട്ട പ്രശ്നം എന്തായിരുന്നു? അവർ തങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമായി കണ്ടതെന്തിനെയായിരുന്നു? ഐഹിക ലോകത്ത് അവർക്ക് ലഭിച്ച അധികാരം, ഐഹിക ലോകത്ത് അവർക്ക് ലഭിച്ച നേട്ടങ്ങൾ, ഐഹിക ലോകത്ത് അവർക്ക് ലഭിച്ച ഐശ്വര്യങ്ങൾ. ആ ഐശ്വര്യങ്ങളെ സമാധാനിക്കുവാൻ പ്രവാചകന്മാർ തയ്യാറായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചു തരുന്നുണ്ട്. സൂറത്തുൻ നംലിന്റെ 18 മുതലുള്ള സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെ സംബന്ധിച്ച് പറയുന്നു. ആരാണ് ആ പ്രവാചകൻ? അതേ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രത്യേകത, അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു. ആ അനുഗ്രഹങ്ങളുടെ ശക്തി എത്രമാത്രമായിരുന്നുവെന്ന്, ആ അനുഗ്രഹങ്ങളുടെ ആധിക്യം എത്രമാത്രമായിരുന്നുവെന്ന് അല്ലാഹു പറയുകയാണ്. വഹുശിറ ലിസുലൈമാന ജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസി വത്തൈരി ഫഹും യൂസഊൻ. വെറും ഒരു ഭരണാധികാരിയല്ല, ഏതെങ്കിലും ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അല്ല, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയല്ല, ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ കേവല പ്രധാനമന്ത്രിയല്ല. നേരെ മറിച്ച് മനുഷ്യന്റെ മേലുള്ള ആധിപത്യം, ജിന്നുകളുടെ മേലുള്ള ആധിപത്യം, അപ്രകാരം തന്നെ പക്ഷിമൃഗാദികളുടെ മേലുള്ള ആധിപത്യം, ആ ആധിപത്യം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയിട്ട് വഹുശിറ ലിസുലൈമാന, ആ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്, തയ്യാർ ചെയ്യപ്പെടുകയാണ്. ആരെ? ജുനൂദുഹു, അദ്ദേഹത്തിന്റെ സൈന്യത്തെ. ആരിൽ നിന്നെല്ലാം ഉണ്ട് സൈന്യം? മിനൽ ജിന്നി, ജിന്നുകളിൽ നിന്നുണ്ട്, വൽ ഇൻസി, മനുഷ്യരിൽ നിന്നുണ്ട്, വത്തൈരി, പക്ഷികളിൽ നിന്നുണ്ട്, ഫഹും യൂസഊൻ, അവയെല്ലാം ക്രമാനുകൃതമായി കൃത്യമായി അടുക്കി നിർത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആ സൈന്യം ഇങ്ങനെ അടിവെച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ സൈന്യം ഇങ്ങനെ പോയി. അതേ ഒരു ഉറുമ്പുകൾ താമസിക്കുന്ന ഒരു ഉറുമ്പിൻ താഴ്വരയിൽ ആ സൈന്യം അങ്ങെത്തുമ്പോൾ കാലത്തിനല്ല ഒരു ഉറുമ്പ് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. സുലൈമാൻ നബി ഇത് കേൾക്കുകയാണ്. എന്താണ് ആ ഉറുമ്പ് വിളിച്ചു പറയുന്നത്? യാ അയ്യുഹൻ നംലു, ഓ ഉറുമ്പുകളെ, ഉദ്ഖുലൂ മസാകിനകും, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കയറിപ്പോയിക്കോളൂ, വീടുകളിലേക്ക് എല്ലാവരും പോയിക്കോ, മസ്കനുകളിലേക്ക് എല്ലാവരും തിരിച്ചു പോയിക്കോ. കാരണം ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ, സുലൈമാനും സൈന്യവും വരുന്നുണ്ട്. അവരൊരു പക്ഷേ നിങ്ങളെ കണ്ടുകൊള്ളണമെന്നില്ല, ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല, അവർ നിങ്ങളെ ചവിട്ടി ഞെരുക്കി കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഭവനത്തിലേക്ക് കയറിക്കൊള്ളൂ എന്ന് ഒരു ഉറുമ്പിങ്ങനെ വിളിച്ചു പറയുന്നത് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം കേൾക്കുകയാണ്. ഖുർആൻ പറയുന്നു ഫതബസ്സമ ലാഹിക, ഇത് കേട്ടിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം ചിരിച്ചുപോയി. ആ ഉറുമ്പിന്റെ സംസാരം കേട്ട സുലൈമാൻ നബി ചിരിച്ചുപോയി. അങ്ങനെ ആ ചിരിച്ചതിനു ശേഷം, ആ ചിരി സമർപ്പിച്ചതിനു ശേഷം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ സുലൈമാൻ നബി പറഞ്ഞ ഒരു പ്രാർത്ഥന, സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഖുർആൻ പറയുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? എന്താണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്? റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. റബ്ബേ, നീ എനിക്ക് അധികാരം തന്നു, ശരിയാണ്. അല്ലാഹുവേ, എനിക്ക് ജിന്നുകളുടെ മേൽ ആധിപത്യം തന്നു, ശരിയാണ്. ആ കാറ്റിനെ എനിക്ക് കീഴ്പ്പെടുത്തി തന്നു, ശരിയാണ്. ഉറുമ്പിന്റെ സംസാരം കേൾക്കാൻ, പക്ഷിമൃഗാദികളുടെ സംസാരം മനസ്സിലാക്കാനുള്ള കഴിവെനിക്ക് തന്നു റബ്ബേ. പക്ഷെ ഇതുകൊണ്ട് മാത്രം ഞാൻ തൃപ്തനല്ല, ഈ ഭൗതികമായ സംവിധാനങ്ങൾ കൊണ്ട് മാത്രം ഞാൻ തൃപ്തനല്ല. നേരെ മറിച്ച് റബ്ബേ, എനിക്ക് നീ സൗകര്യമൊരുക്കി തരണം. എന്തിന് സൗകര്യമുണ്ടാകണം? അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ, റബ്ബേ, നീ എനിക്ക് ചെയ്തു തന്ന ഈ നിഅമത്തുകൾക്ക്, ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള ആ അവസരം എനിക്ക് ഒരുക്കി തരണം റബ്ബേ. വഅലാ വാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്തു കൊടുത്ത നിഅമത്തുകൾക്ക് നന്ദി കാണിക്കാനുള്ള അവസരം എനിക്ക് നീ ഒരുക്കി തരണം റബ്ബേ. വഅൻ അഅമല സ്വാലിഹാ, എനിക്ക് സൽക്കർമ്മം ചെയ്യാൻ, നന്മ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി തരണേ റബ്ബേ. ആ നന്മ നീ തൃപ്തിപ്പെടുന്ന രൂപത്തിലുള്ളതാകണമെന്ന് മാത്രമല്ല, വഅദ്ഖിൽനി, എന്നെ നീ പ്രവേശിപ്പിക്കണം, ബിറഹ്മതിക, നിന്റെ അതിമഹത്തായ കാരുണ്യം കൊണ്ട്, ഫീ ഇബാദിക സ്വാലിഹീൻ, സ്വാലിഹായ നിന്റെ അടിമകളിൽ.
സ്വാലിഹായ നിന്റെ അടിമകളിൽ എന്നെ ഉൾപ്പെടുത്തണം. ഭൗതികമായ സൗകര്യങ്ങൾ കൊണ്ട് ഞാൻ തൃപ്തനല്ല, എനിക്ക് നൽകപ്പെട്ട ആധിപത്യം കൊണ്ട് ഞാൻ തൃപ്തനല്ല. ഇതിലപ്പുറം എനിക്ക് വേണം, ഇതിനപ്പുറം എനിക്ക് വേണം. ആ സൗകര്യങ്ങൾക്കപ്പുറം എനിക്ക് വേണ്ടതെന്താണ്? ഈ നിഅമത്തുകൾക്കപ്പുറം എനിക്ക് വേണ്ടതെന്താണ്? ഈ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കാനുള്ള സൗകര്യം വേണം, ഈ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാനുള്ള സൗകര്യം വേണം എന്ന് മാത്രമല്ല, നിന്റെ സച്ചരിതരായ അടിമകളോടൊപ്പം ജീവിക്കുവാനുള്ള സൗകര്യം എനിക്ക് ഒരുക്കി തരണമെന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒരു പ്രവാചകന്റെ നിലപാടല്ല, ഏതെങ്കിലും ഒരു പ്രവാചകൻ തന്റെ ജീവിതത്തിൽ സ്വീകരിച്ച നിലപാടല്ല. നേരെ മറിച്ച് അതുപോലെ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച മറ്റൊരു പ്രവാചകൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഐഹിക ലോകത്ത് സൗന്ദര്യം നൽകി അനുഗ്രഹിച്ച പ്രവാചകൻ, സുമുഖനായ പ്രവാചകൻ, സുന്ദരനായ പ്രവാചകൻ, മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. ആ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനും അല്ലാഹു അധികാരം കൊടുക്കുകയാണ്, ഭരണം കൊടുക്കുകയാണ്, ഭരണത്തിന്റെ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ്, സ്വപ്നവ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മന്ത്രി പദവി കയ്യിലുള്ള, സ്വപ്നവ്യാഖ്യാനം കയ്യിലുള്ള, റിസാലത്ത് കയ്യിലുള്ള, നുബൂവത്ത് കയ്യിലുള്ള ആ പ്രവാചകന്റെ പ്രാർത്ഥന ഖുർആൻ എടുത്തുദ്ധരിക്കുകയാണ്. എന്താണ് ആ പ്രാർത്ഥന എന്നറിയുമോ? റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക് വഅല്ലംതനീ മിൻ തഅ്വീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ആ പ്രവാചകൻ റബ്ബിനോട് ദുആ ചെയ്യുന്നു, റബ്ബേ, ഞാൻ ഐഹിക ലോകം കൊണ്ട് തൃപ്തിപ്പെട്ടു എന്നല്ല, ഞാൻ മന്ത്രിസ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ടു എന്നല്ല, നീ എനിക്ക് ഭൗതിക ലോകത്ത് ചെയ്തു തന്ന സൗകര്യങ്ങൾ കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു എന്നല്ല, നേരെ മറിച്ച് റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി, അല്ലാഹുവേ, അധികാരത്തിൽ നിന്ന് ചില കാര്യങ്ങൾ എനിക്ക് നീ സൗകര്യപ്പെടുത്തി തന്നു, ഭരണത്തിൽ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള അവകാശം നീ എനിക്കുണ്ടാക്കി തന്നു. മാത്രമല്ല വഅല്ലംതനീ മിൻ തഅ്വീലിൽ ഹദീസ്, സ്വപ്ന വ്യാഖ്യാനവും നീ എനിക്ക് പഠിപ്പിച്ചു തന്നു. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയാനുള്ള കഴിവും എനിക്ക് തന്നു, അതും നീ എനിക്ക് പഠിപ്പിച്ചു തന്നു. പക്ഷേ ഇതുകൊണ്ട് മാത്രം ഞാൻ തൃപ്തനല്ല. നേരെ മറിച്ച് ഫാത്തിറസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവേ, അന്ത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും എന്റെ രക്ഷിതാവ് നീയാണ്, എന്റെ രക്ഷകൻ നീയാണ്. എനിക്ക് ഇനി അവശേഷിക്കുന്ന ആഗ്രഹം എന്താണെന്നറിയുമോ? എനിക്ക് ആവശ്യമുള്ളത് എന്താണെന്നറിയുമോ? തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണം, മുസ്ലിമായി എനിക്ക് മരിക്കാൻ കഴിയണം. അതാണ് എന്റെ കൊതി, അതാണ് എനിക്ക് വേണ്ടത്. ഞാൻ മുസ്ലിമായി മരിക്കണം, അത് ഞാൻ ആഗ്രഹിക്കുന്നതിന് പുറമെ മറ്റൊന്നുകൂടി ഞാൻ ആഗ്രഹിക്കുന്നു, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, നാളെ പാരത്രിക ലോകത്ത് സ്വാലിഹികളോടൊപ്പം നിൽക്കാനുള്ള യോഗ്യത തരണം. എനിക്ക് സ്വാലിഹികളോടൊപ്പം പരലോകത്ത് വന്നു ചേരണം, സച്ചരിതരായ മനുഷ്യരോടൊപ്പം പരലോകത്ത് എത്തിച്ചേരണം. അതിനുള്ള സൗകര്യമാണ് റബ്ബേ എനിക്ക് വേണ്ടത്, അതാണ് എനിക്ക് ആത്യന്തികമായി വേണ്ടത്. ഇത് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം കൊതിക്കുകയാണ്. ആ നിലപാട് തന്നെയാണ് അന്തിമ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിലും സ്വീകരിച്ചത്. അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ, മഹാനായ ഹുമൈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായിരുന്ന മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടു. ആ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൽ ഖന്ദഖി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖന്ദഖിലേക്ക് പുറപ്പെടുകയാണ്. ഖന്ദഖിന്റെ കിടങ്ങ് കീറാൻ വേണ്ടി റസൂലുള്ളാഹി പോവുകയാണ്. ഫൈദൽ മുഹാജിറൂന വൽ അൻസാർ യഹ്ഫിറൂന ഫീ ഗദാതിൻ ബാരിദ, ആ തണുത്ത് വിറക്കുന്ന മരം കോച്ചുന്ന തണുപ്പുള്ള ആ പ്രഭാതത്തിൽ ഖന്ദഖിന്റെ കിടങ്ങ് കീറാൻ വേണ്ടി പ്രവാചകൻ മമ്മട്ടിയും കൈക്കോട്ടും കയ്യിലെടുത്തുകൊണ്ട് പോകുന്നു. മുഹാജിറുകൾ കൂടെ പോകുന്നു, അൻസാറുകൾ കൂടെ പോകുന്നു. ഫലം യകുൽ ലഹും അബീദുൻ യഅമലൂന ദാലിക, അടിമകളെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ മുഹാജിറുകളോടൊപ്പം അടിമകൾ ഉണ്ടായിരുന്നില്ല, അൻസാറുകളോടൊപ്പം അടിമകൾ ഉണ്ടായിരുന്നില്ല, പ്രവാചകനോടൊപ്പം അടിമകൾ ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് അടിമകളില്ലാതെ ഓരോ സഹാബിയും കിടങ്ങുകീറുകയാണ്, പ്രവാചകൻ കിടങ്ങുകീറുകയാണ്. ആ സന്ദർഭത്തിൽ എല്ലാവരും വിശന്നൊട്ടിയ വയറുമായിട്ടാണ് കിടങ്ങുകീറുന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ല.
കഴിക്കാൻ അല്പം ഭക്ഷണമില്ല കയ്യിൽ, അതുപോലെ കുടിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമില്ല. നേരെ മറിച്ച് വിശന്നൊട്ടിയ വയറ്, ആ വയറ്റിൽ കല്ലുകെട്ടി വെച്ചിട്ട് അവർ ഖന്തക്കിന്റെ കിടങ്ങ് കീറുമ്പോ തന്റെ അനുചരന്മാർ കഷ്ടപ്പെടുന്നത്, തന്റെ അനുചരന്മാർ വിശപ്പ് സഹിച്ചുകൊണ്ട് കിടങ്ങു കീറുന്നത് പ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്ന സന്ദർഭത്തിൽ അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ള പാടുകയാണ്. എന്താ പാടിയത്? അല്ലാഹുമ്മ ഇന്നൽ ഐശ ഐശുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നൽ ഐശ ഐശുൽ ആഖിറ, തീർച്ചയായും ജീവിതമെന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തുള്ള ജീവിതമല്ല, ഐഹിക ലോകത്തെ ജീവിതമല്ല, നേരെ മറിച്ച് യഥാർത്ഥ ജീവിതം ഐശുൽ ആഖിറ, പരലോക ജീവിതമാണല്ലോ. പരലോക ജീവിതമാണല്ലോ. ഇവിടുത്തെ പട്ടിണിയല്ല പ്രശ്നം, ഇവിടുത്തെ വിശപ്പല്ല പ്രശ്നം, ഇവിടുത്തെ ദുരിതമല്ല പ്രശ്നം. നാളെ പരലോകത്ത് അങ്ങനെയൊന്നും ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ, വിശന്നൊട്ടിയ വയറുമായി ഖന്തക്കിന്റെ കിടങ്ങ് കീറിക്കൊണ്ടിരിക്കുന്ന മുഹാജിറുകൾക്കും അൻസാറുകൾക്കും നീ പുറത്തു കൊടുക്കണേ. അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. വിശന്നൊട്ടിയ വയറുമായി ഖന്തക്കിന്റെ കിടങ്ങ് കീറിക്കൊണ്ടിരിക്കുന്ന സഹാബത്തിന് ഉത്തേജനം കിട്ടുവാൻ അള്ളാഹുവിന്റെ റസൂൽ ഇപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ പ്രവാചകന്റെ അനുചരന്മാർ മനസ്സിലാക്കുകയാണ്, ഈ ദുരിതം സഹിച്ച് പ്രവാചകനോടൊപ്പം നിൽക്കേണ്ടി വരുമ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും നീരസമുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് കണക്കാക്കിയാണോ പ്രവാചകൻ അപ്രകാരം പറയുന്നത് എന്ന് പോലും സംശയിക്കാൻ സാഹചര്യമുള്ള ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സഹാബത്ത് പ്രവാചകന്റെ ആ പാട്ട് കേട്ട ഘട്ടത്തിൽ പ്രവാചകന് പ്രത്യുത്തരം നൽകുകയാണ്. പേടിക്കേണ്ട റസൂലേ, വിഷമിക്കേണ്ട റസൂലേ, നഹ്നുല്ലദീന ബയഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശപ്പ് ഒരു പ്രശ്നമല്ല, പട്ടിണി ഒരു പ്രശ്നമല്ല. കാരണം ഞങ്ങൾ ബയഉ മുഹമ്മദാ, മുഹമ്മദുമായി ബൈഅത്ത് ചെയ്തവരാണ്. അലൽ ജിഹാദി മാ ബഖീനാ അബദാ, ഞങ്ങൾ അവശേഷിക്കുന്ന കാലത്തോളം, ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്ന കാലമത്രയും ഞങ്ങളുടെ ശ്വാസത്തിന്റെ അവസാന താളം നിലനിൽക്കുന്ന ആ ഘട്ടത്തിൽ വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിന്ന്, അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പം നിന്ന് അതേ ജിഹാദ് ചെയ്യാൻ ബൈഅത്ത് ചെയ്തവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല, പ്രയാസവുമില്ല എന്ന് റസൂലുള്ളാഹിയുടെ സഹാബത്ത് പ്രത്യുത്തരം നൽകുകയാണ്. ഇവിടെ വളരെ വ്യക്തമായി ഞാനും നിങ്ങളും മനസ്സിലാക്കണം, ഇത് ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു വിശ്വാസി, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഊർജമാണ്, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ആവേശമാണ്. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിൽ കെട്ടിപ്പടുക്കുവാൻ അവന് എല്ലാ നിലക്കുമുള്ള ഉത്തേജനം നൽകുന്ന തത്വമാണ് ഈ ലോകമല്ല യഥാർത്ഥ ജീവിതം, വരാനുള്ള ലോകം. അവിടുത്തെ വിജയമാണ് ആവശ്യം. അവിടെ ഓരോരുത്തരും രക്ഷപ്പെടണം, ഓരോരുത്തരും രക്ഷപ്പെടാൻ ആവശ്യമായ പ്രവർത്തനം ഐഹിക ലോകത്തെ കാഴ്ചവെക്കണം. ഈ ചിന്ത, ആ ചിന്തയാണ് ഇസ്ലാമിനെ പ്രസക്തമാക്കുന്നത്, ആ ചിന്തയാണ് നുബൂവത്തിനെ പ്രസക്തമാക്കുന്നത്, ആ ചിന്തയാണ് റിസാലത്തിനെ പ്രസക്തമാക്കുന്നത്, ആ ചിന്തയാണ് മനുഷ്യന്റെ ജീവിതത്തെ പ്രസക്തമാക്കുന്നത്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വഹയിന്റെ ആദ്യ ശബ്ദം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നാമൂസുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഴി കേൾപ്പിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ആ ജബലുന്നൂറിലെ ഹിറാ ഗുഹയിൽ പ്രവാചകൻ ഇരിക്കുമ്പോൾ ആദ്യമായി ജിബ്രീലിന്റെ ശബ്ദം കേട്ട് ഞെട്ടിത്തെറിച്ച് പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ചരണ്ട് വിറച്ച് വീട്ടിലേക്കോടി. ജമ്മിലൂനി ജമ്മിലൂനി, എന്നെ പുതപ്പിച്ചു തരൂ, എന്നെ പുതപ്പിച്ചു തരൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് ഓടിക്കേറിയ പ്രവാചകന് പ്രിയഭക്തി ഖദീജ റളിയല്ലാഹു അൻഹാ ഇതാ വിരിപ്പൊരുക്കി കൊടുത്ത് ആ പ്രവാചകനെ കിടത്തി നല്ലൊരു പുതപ്പിട്ട് മൂടിക്കൊടുക്കുമ്പോൾ ഇതാ വീണ്ടും വരുന്നു നാമൂസുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻസിർ വറബ്ബക ഫകബ്ബിർ വതിയാബക ഫതഹിർ. യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതച്ചു മൂടി കിടക്കുന്നവനെ, ഇനി ഉറങ്ങാൻ നേരമില്ല, ഇനി ഉറങ്ങാൻ നേരമില്ല. ഖും, എണീക്ക്. ഫഅൻസിർ, താക്കീത് ചെയ്യ്. ഫഅൻസിർ, ജനങ്ങൾക്ക് താക്കീത് ചെയ്യ്. ആർക്കാണ് താക്കീത് ചെയ്യേണ്ടത്?
ആരോടാണിത് പറയേണ്ടത്? ഖുർആൻ തന്നെ നിർദ്ദേശം നൽകി, വന്ദിർ അശീറതകൽ അഖ്റബീൻ. അടുത്ത ബന്ധുമിത്രാദികളെ വിളിച്ചു പറ, അടുത്ത ആളുകളെ വിളിച്ചുകൊണ്ട് പറ, കൂട്ടുകുടുംബാദികളെ വിളിച്ചുകൊണ്ട് താക്കീത് ചെയ്യ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി എല്ലാവരെയും വിളിക്കുകയാണ്, ഖുറൈശികളെ വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് പറയുകയാണ് പ്രവാചകൻ, യാ മഅ്ശറ ഖുറൈശ്, ഓ ഖുറൈശികളെ, ഓ ഖുറൈശികളെ, ഇസ്തറു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ അല്ലാഹുവിങ്കിൽ നിന്ന് വില കൊടുത്തു വാങ്ങിക്കോ. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഒരുക്കിക്കോ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പണിയെടുത്തോ. ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈആ, അല്ലാഹുവിങ്കിൽ നിന്ന് യാതൊന്നും നേടിത്തരാൻ എന്നെ കൊണ്ട് സാധിക്കുകയില്ല. അല്ലാഹുവിങ്കിൽ നിന്ന് യാതൊന്നും തന്നെ അധീനമാക്കി തരാൻ എന്നെ കൊണ്ട് കഴിയില്ല. യാ ബനി അബ്ദി മനാഫ്, ഓ അബ്ദു മനാഫിന്റെ മക്കളെ, ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈആ, അല്ലാഹുവിങ്കിൽ നിന്ന് യാതൊന്നും നേടിത്തരാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. മാത്രമല്ല വീണ്ടും പ്രവാചകൻ പറയുകയാണ്, യാ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ബാസ് അഥവാ എന്റെ ഇളാപ്പ, ലാ ഉഗ്നി അൻക മിനല്ലാഹി ശൈആ, ഒരിക്കലും അല്ലാഹുവിങ്കിൽ നിന്ന് യാതൊന്നും അധീനമാക്കി തരാൻ എനിക്ക് കഴിയുകയില്ല. വയാ സഫിയ്യതു അമ്മത റസൂലില്ലാഹ്, അതേ റസൂലുള്ളാഹിയുടെ ഇളാമ്മയായ സഫിയ, ലാ ഉഗ്നി അൻക മിനല്ലാഹി ശൈആ, അല്ലാഹുവിങ്കിൽ നിന്ന് യാതൊന്നും നിങ്ങൾക്ക് വേണ്ടി അധീനമാക്കി തരാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. വയാ ഫാത്തിമത്തു ബിന്ത മുഹമ്മദ്, മുഹമ്മദിന്റെ പുന്നാര മകൾ ഫാത്തിമ, സലിനി മാ ശിഅതി മിൻ മാലി, ഉപ്പയുടെ സമ്പത്തിൽ നിന്ന് ആവശ്യമുള്ള സമ്പത്ത് നീ ചോദിച്ചു കൊള്ളുമോളെ, പക്ഷേ ലാ ഉഗ്നി അൻക മിനല്ലാഹി ശൈആ, അല്ലാഹുവിങ്കിൽ നിന്ന് യാതൊന്നും അധീനമാക്കി തരാൻ നേടിത്തരാൻ എന്നെ കൊണ്ട് സാധ്യമല്ല പുന്നാരമോളെ. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടുകുടുംബാദികളെ വിളിച്ച് പ്രവാചകൻ താക്കീത് ചെയ്യുകയാണ്. മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും പ്രവാചകൻ താക്കീത് ചെയ്യുകയാണ്. അതിനാണ് പ്രവാചകൻ നിർദ്ദേശിക്കപ്പെട്ടത്. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു, വന്ദിരിന്നാസ യൗമ യഅതിഹിമുൽ അദാബ്, ഓ പ്രവാചകരെ, ജനങ്ങൾക്ക് നിങ്ങൾ താക്കീത് നൽകുക. യൗമ യഅതിഹിമുൽ അദാബ്, അവർക്ക് വരാനുള്ള ഒരു ദിവസത്തെ കുറിച്ച്, വരാനുള്ള ഭയാനകമായ ദിവസത്തെ കുറിച്ച്. ഫയഖൂലുൽ ലദീന ളലമൂ, ഫയഖൂലുൽ ലദീന ളലമൂ, അക്രമികളായ ആളുകൾ അവര് പറയുകയാണ്, പറഞ്ഞു പോവുകയാണ്, റബ്ബനാ അഖിർനാ ഇലാ അജലിൻ ഖരീബ്, കുറച്ചുകൂടി ഞങ്ങൾക്ക് ആയുസ് നീട്ടിക്കിട്ടു തരണം റബ്ബേ, ഞങ്ങൾക്ക് തന്നത് പോരാ, ഞങ്ങൾക്ക് നൽകിയ ജീവിതം പോരാ, നേരെ മറിച്ച് കുറച്ചുകൂടി ഞങ്ങൾക്ക് ആയുസ് നീട്ടിക്കിട്ടു തരണം. അങ്ങനെ നീ ചെയ്താൽ നുജിബ് ദഅവതക, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകുന്നതാണ്. വനത്തബിഉർ റുസുല, പ്രവാചകന്മാരെ ഞങ്ങൾ പിൻപറ്റുന്നതാണ്. നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം തരാം, അതുപോലെ പ്രവാചകന്മാരെ ഞങ്ങൾ പിൻപറ്റാം എന്ന് ആ ദിവസത്തിൽ അക്രമികളായ ആളുകൾ പറയും. പക്ഷേ അവലം തകൂനു അഖ്സംതും മിൻ ഖബ്ലു മലക്കും മിൻ സവാൽ, ആ സമയത്ത് അവരോട് പറയപ്പെടുക, അല്ല നേരത്തെ തന്നെ നിങ്ങളോട് സത്യം ചെയ്ത് പറഞ്ഞല്ലോ, ഒരിക്കലും മാറ്റമുണ്ടാവില്ല, തിരിച്ചു പോക്കുണ്ടാവില്ല, നീക്കമുണ്ടാവില്ല എന്ന വിവരം വളരെ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ എന്ന് ആ ദിവസത്തിൽ അവരോട് പറയപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മന്ന സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അടിസ്ഥാനപരമായി ലോകത്ത് നബിമാർ കടന്നു വന്നു, അവർ ഇസ്ലാം ജനങ്ങളോട് പറഞ്ഞു, തൗഹീദ് ജനങ്ങളോട് പറഞ്ഞു, സുന്നത്ത് ജനങ്ങളോട് പറഞ്ഞു. എന്തിനു വേണ്ടിയാണ്? വരാനുള്ള ലോകത്ത് മനുഷ്യന് വിജയിക്കുവാൻ, അവിടെ മനുഷ്യന് നഷ്ടം സംഭവിക്കാതിരിക്കാൻ, ആ നരകത്തിൽ നിന്ന്, ഭയാനകമായ നരകത്തിൽ നിന്ന് മനുഷ്യർ രക്ഷപ്പെടാൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, മസലീവ മസലുക്കും, ഞാനും നിങ്ങളും തമ്മിലുള്ള ഉപമ, ഞാനും നിങ്ങളും തമ്മിലുള്ള ഉദാഹരണം, കമസലി റജുലിൻ, ഒരു മനുഷ്യനെ പോലെയാണ്. എങ്ങനെയുള്ള മനുഷ്യൻ? ഔഖദനാറാ, അയാൾ വിളക്ക് കത്തിച്ചു വെച്ചു. ഒരാൾ ഇങ്ങനെ വിളക്ക് കത്തിച്ചു വെച്ചു. ഫജഅലൽ ജനാദിബു വൽ ഫറാശു യഖഅന ഫീഹാ, ആ വിളക്കിന്റെ പ്രകാശം കണ്ടപ്പോൾ ഇതാ പിന്നെ പ്രാണികളും പറവകളും ആ തീയിലേക്ക് എടുത്തു ചാടുകയാണ്.
ആ വെളിച്ചം കണ്ടെത്തിയ പ്രാണികളും പറവകളും ആ തീക്കുണ്ടാരത്തിലേക്ക് തീയിലേക്ക് എടുത്തു ചാടുകയാണ്. ഒരാളിങ്ങനെ ആ വിളക്കിന്റെ സമീപത്തിരുന്നിട്ട് തട്ടിമാറ്റുകയാണ്, പ്രാണികളെ തട്ടുകയാണ്. പക്ഷേ പ്രാണികൾ വീണ്ടും ആ തീയിലേക്ക് എടുത്തു ചാടുകയാണ്. ഇതുപോലെ ഞാൻ നിങ്ങളുടെ ഊരക്ക് പിടിച്ചിരിക്കുന്നു, നിങ്ങൾ നരകത്തിലേക്ക് വീണു പോകാതിരിക്കാൻ നിങ്ങളുടെ ഊരക്ക് ഞാൻ പിടിച്ചിരിക്കുകയാണ്. പക്ഷേ വന്തും എന്റെ കൈ തട്ടിമാറ്റി നിങ്ങൾ നരകത്തിലേക്ക് എടുത്തു ചാടുകയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ലോകത്ത് വന്ന നബിമാർ മനുഷ്യരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകുന്നു. മനുഷ്യന്റെ ഊരക്ക് പിടിച്ച് നരകത്തിൽ പോകാതിരിക്കാൻ പ്രവാചകന്മാർ പണിയെടുക്കുകയാണ്. പക്ഷേ ജനമാകട്ടെ പ്രവാചകന്മാരുടെ കൈ തട്ടിമാറ്റിയിട്ട് നരകത്തിലേക്ക് എടുത്തു ചാടുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. ഒരിക്കലും ബുദ്ധിയുള്ള മനുഷ്യൻ അങ്ങനെയായി കൂടാ. നേരെ മറിച്ച് ഈ ലോകത്ത് ജീവിതത്തിന്റെ ഏറ്റവും ഉന്നതമായ ഈ നിലവാരം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെ നമ്മൾ പിൻപറ്റുക, ആ പ്രവാചകന്മാരെ നമ്മൾ പിന്തുടരുക. കാരണം എന്താ? അല്ലാഹുവിങ്കൽ നിന്നുള്ള നേരായ മാർഗം, സത്യമാർഗം, വിശുദ്ധ ഇസ്ലാമിന്റെ മാർഗം കണ്ടുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ആ വഴിയിലൂടെ നേരായ മാർഗത്തിലൂടെ സഞ്ചരിച്ചവർ പ്രവാചകന്മാരാണ്. ആ നബിമാരുടെ മാർഗം നീയും പിൻപറ്റണം, ആ പ്രവാചകന്മാർ പഠിപ്പിച്ച മാർഗം നീയും പിൻപറ്റണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പഠിപ്പിക്കുകയാണ്. അതാണ് മനുഷ്യ ജീവിതത്തിലെ നേരായ വഴി, മനുഷ്യ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം. ആ മാർഗം കൃത്യമായി സ്വീകരിക്കുക, കൃത്യമായി ആ മാർഗം അവലംബിക്കുക, ആ മാർഗം അത് പുറന്നുകൊണ്ട് ജീവിക്കുക. ആ മാർഗമെന്ത് എന്ന് പറയാൻ, ആ മാർഗമെന്തെന്ന് പഠിപ്പിക്കാൻ, മനുഷ്യന്റെ പരലോകത്ത് രക്ഷപ്പെടുന്ന വഴി എന്ത് എന്ന് വ്യക്തമായി പറഞ്ഞു തരാൻ, നരകത്തിൽ നിന്ന് താക്കീത് ചെയ്യാൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ, അതിനാണ് പ്രവാചകന്മാർ വന്നത്. ഖുർആൻ അത് പറഞ്ഞു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് തന്നെ പറയുന്നത് എന്താ? യാ അയ്യുഹൻ നബിയു, ഓ പ്രവാചകരെ, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹൻ നബിയു, ഓ പ്രവാചകരെ, ഇന്നാ അർസൽനാക, നിശ്ചയമായും നാം നിങ്ങളെ നിയോഗിച്ചു. ആരായിക്കൊണ്ട്? ഷാഹിദൻ, സാക്ഷിയായിക്കൊണ്ട്. ജനങ്ങൾക്കുള്ള സാക്ഷിയാണ് താങ്കൾ, മറ്റുള്ളവർക്കുള്ള സാക്ഷിയാണ് താങ്കൾ. ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും, ഓ പ്രവാചകൻ, ഓ ജനങ്ങളെ നിങ്ങൾക്ക് സാക്ഷിയാകാനും, അതുപോലെ വതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാകാനും. നിങ്ങൾക്ക് സാക്ഷിയാരാ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലയിൽ സാക്ഷിയായിക്കൊണ്ടും വമുബശ്ശിറൻ, സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നവനായും, വനദീറൻ, കുറ്റവാളികൾക്ക് നരകമുണ്ടെന്ന് താക്കീത് നൽകുന്നവനായും ആ പ്രവാചകനെ നാം പറഞ്ഞയച്ചു. ആ പ്രവാചകന്റെ പ്രത്യേകത എന്താണ്? ആ പ്രവാചകന്റെ യോഗ്യത എന്താണെന്ന് പറഞ്ഞു. വദാഇയൻ ഇലല്ലാഹ്, വദാഇയൻ ഇലല്ലാഹ്, വദാഇയൻ ഇലല്ലാഹ്. ആ പ്രവാചകന്മാർ അഖിലം അല്ലാഹുവിലേക്ക് ജനങ്ങളെ വിളിച്ചു, റബ്ബിലേക്ക് ജനങ്ങളെ വിളിച്ചു, തൗഹീദിലേക്ക് ജനങ്ങളെ വിളിച്ചു. അള്ളയുണ്ടെന്ന് പറയുകയല്ല, അള്ളയുണ്ടെന്ന് പറയുകയല്ല. ലോകത്ത് അള്ളയുണ്ട് എന്ന് ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കിയ കാര്യമാണ്. ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു റബ്ബുണ്ട്, ലോകത്തിനൊരു നാഥനുണ്ട് എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. ലോകത്തൊരാൾക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. അള്ളയുണ്ട് എന്ന്, സൃഷ്ടാവുണ്ട് എന്ന്, രക്ഷിതാവുണ്ട് എന്ന് ഒരു സമൂഹത്തെയും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവത്തെ നിഷേധിക്കാൻ, സൃഷ്ടാവിനെ നിഷേധിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല. അപ്പൊ ചിലരെങ്കിലും ചോദിക്കും, യുക്തിവാദികളോ? യുക്തിവാദികളുണ്ടല്ലോ, ദൈവ നിഷേധികളുണ്ടല്ലോ, ദൈവമില്ല എന്ന് പറയുന്നവരുണ്ടല്ലോ. അവര് കളവ് പറയുന്നവരാണ്, മനസാക്ഷിയെ വഞ്ചിക്കുന്നവരാണ്. അവരുടെ മനസ്സിൽ ദൈവമുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്, കരുതുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം, ഈ കേരളം ഭരിച്ചിരുന്ന അറിയപ്പെട്ട നിരീശ്വരവാദിയായിരുന്ന, യുക്തിവാദിയായിരുന്ന നയനാർ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഹരിപ്പാട് വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തിയ ഘട്ടത്തിൽ, ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ മകനെതിരെ, അദ്ദേഹത്തിന്റെ മരുമകനെതിരെ പത്രക്കാർ ഒന്നിനു പുറകെ ഒന്നായി ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ഗദ്ഗദനായി ആര്? ഈ പറഞ്ഞ നയനാർ, നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന നയനാർ, അറിയപ്പെട്ട യുക്തിവാദിയായിരുന്ന നയനാർ. അദ്ദേഹം എന്നിട്ട് പത്രക്കാരോട് തിരിച്ചു പറഞ്ഞു, ഈ ആരോപണമൊക്കെ
പറയുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ അറിയണം, ഇതെല്ലാം കാണുന്ന ഒരാൾ മുകളിലുണ്ട് എന്ന്. ഇത് കേട്ടപ്പോൾ പത്രക്കാർ പൊട്ടിച്ചിരിച്ചു. അപ്പോഴാണ് ഇയാൾ ഓർത്തത്, എനിക്കത് പറയാൻ പാടില്ലല്ലോ, കാരണം ഞാനൊരു യുക്തിവാദിയാണല്ലോ എന്ന്. പിന്നെ അദ്ദേഹം തിരുത്തി, പിന്നെ അദ്ദേഹം മറിച്ചു പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ പ്രയാസമുണ്ടായ ഘട്ടത്തിൽ അതേ അഭയമായി, അദ്ദേഹത്തിന് ആശ്വാസമായി സൃഷ്ടാവ് കടന്നു വരികയാണ്. എല്ലാം കാണുന്ന ഒരു സൃഷ്ടാവ് കടന്നു വരികയാണ്. അതുകൊണ്ട് ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് ലോകത്തെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. എന്നാൽ ലോകത്ത് വന്ന നബിമാരൊക്കെ, പ്രവാചകന്മാരൊക്കെ ജനങ്ങളോട് പറഞ്ഞത് എന്താ? ജനങ്ങളെ വിളിച്ചത് എങ്ങോട്ടാ? അല്ലാഹുവിലേക്കാണ്, റബ്ബിലേക്കാണ്. അതാണ് ഏറ്റവും നല്ല വർത്തമാനം. ലോകം കേൾക്കുന്ന ഏറ്റവും ഉത്തമമായ വർത്തമാനം അതാണ്. ഖുർആൻ അത് പറഞ്ഞു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗല, ഏറ്റവും നല്ല വാക്ക് പറയുന്ന ആരുണ്ട്? മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ, അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ ലോകത്തെ ഏറ്റവും നല്ല വാക്ക് പറയുന്ന ആരുണ്ട്? വഅമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്ന ആരുണ്ട് എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. അപ്പോൾ ഏറ്റവും നല്ല വാക്ക് അല്ലാഹുവിലേക്ക് വിളിക്കുന്നവന്റെ വാക്കാണ്. അല്ലാഹുവിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഐ ഇലാ ഇബാദത്തില്ലാഹി വഹ്ദ, അല്ലാഹുവിന്റെ ഏകത്വത്തിലേക്ക്, റബ്ബിന്റെ ഏകത്വത്തിലേക്ക് ജനങ്ങളെ വിളിക്കുക, തൗഹീദിലേക്ക് ജനങ്ങളെ വിളിക്കുക. ആ റബ്ബ് മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് ജനങ്ങളോട് പറയുക. ആ റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുക. അത് ഈ ലോകത്ത് മനുഷ്യന് വിജയം നേടിക്കൊടുക്കുന്ന ആദർശമാണ്. പരലോകത്തും മനുഷ്യർക്ക് വിജയിക്കാൻ കഴിയുന്ന ആദർശമാണ്. അതുകൊണ്ടാണ് ലോകത്ത് കടന്നു വന്ന മുഴുവൻ നബിമാരും, മുഴുവൻ പ്രവാചകന്മാരും തൗഹീദ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ജനങ്ങളെ വിളിച്ചത്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം പറയുന്നത് ഇപ്രകാരമാണ്: വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. വമാ അർസൽനാ മിൻ ഖബലിക, മുഹമ്മദ് നബിയെ താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, ആ പ്രവാചകന് ബോധനം നൽകിയിട്ടല്ലാതെ, ആ പ്രവാചകന് വഹി നൽകിയിട്ടല്ലാതെ. എന്താണ് പ്രവാചകന്മാർക്കെങ്കിലും വഹി നൽകപ്പെട്ട മഹത്തായ ആ കാര്യം? അന്നഹു, നിശ്ചയമായും കാര്യം, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ മറ്റൊരു ഇലാഹില്ല, ഞാനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. അതുകൊണ്ട് ഫഅ്ബുദൂൻ, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം, എനിക്ക് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എന്ന് വഹി നൽകപ്പെടാത്ത ഒരു പ്രവാചകനും മുഹമ്മദ് നബിയെ താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ല. മറ്റൊരിടത്തുള്ള പറയുന്നത് വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലാ, എല്ലാ സമുദായങ്ങളിലേക്കും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാർ അഖിലം ആ ജനതയോട്, ആ സമൂഹത്തോട് പറഞ്ഞത് അൻ ഇഅ്ബുദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്നാണ്. വജ്തനിബുത് താഗൂത്, ദൈവേതര ദുർമൂർത്തികളെ നിങ്ങൾ കൈയൊഴിയണമെന്നാണ്. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ കൈയൊഴിയണമെന്നാണ്. ഇത് പറഞ്ഞിട്ടാണ് ലോകത്ത് പ്രവാചകന്മാർ കടന്നു വന്നത്. ഇതിനെതിരെ പറഞ്ഞുകൊണ്ടാണ് ലോകത്ത് പൗരോഹിത്യം കടന്നു വന്നത്. ഇതാണ് അമ്പിയാക്കന്മാരുടെ മാർഗവും പൗരോഹിത്യത്തിന്റെ മാർഗവും തമ്മിലുള്ള വ്യത്യാസം. ലോകത്ത് കടന്നുപോയ മുഴുവൻ പ്രവാചകന്മാരും തൗഹീദ് ജനങ്ങളോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ജനങ്ങളോട് പറഞ്ഞു. അതിന്റെ പേരിൽ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങി, ദുരിതങ്ങൾ ഏറ്റുവാങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ അത് വിശദീകരിക്കുന്നുണ്ട്. ലോകത്ത് വന്ന നബിമാർ, പ്രവാചകന്മാർ ഈ തൗഹീദിന്റെ പേരിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രയാസത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ തന്നെ വിശദീകരിക്കുന്നത് കാണാം. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കഅന്നി അൻദുറു ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹ്കി നബിയ, അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കാണുന്നത് പോലെയുണ്ട്, എന്റെ പ്രവാചകൻ ആ പ്രവാചകനെ ഞാൻ കാണുന്നത് പോലെയുണ്ട്. യഹ്കി നബിയ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു പ്രവാചകന്റെ സംഭവം വിശദീകരിച്ചു തരികയാണ്, മറ്റൊരു പ്രവാചകനെ കുറിച്ച് വിശദീകരിച്ചു തരികയാണ്. എന്താണ് ആ നബിയുടെ പ്രത്യേകത? ലറബഹു ഖൗമുഹു,
ആ നബിയെ പ്രവാചകന്മാർ പ്രഹരിച്ചു, ആ നബിയെ പ്രവാചകന്മാർ അടിച്ചു. ആ അടിയേറ്റിട്ട് പ്രവാചകന്റെ മുഖം പൊട്ടി ആ പ്രവാചകൻ ചോരയൊലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രവാചകന്റെ നെറ്റിത്തടത്തിൽ നിന്ന് ചോരയൊലിക്കുന്നു. ആ നബിയാകട്ടെ തന്റെ മുഖത്ത് നിന്ന് ആ രക്തം തുടച്ചു നീക്കിയിട്ട് ആ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ എന്റെ ജനതക്ക് നീ പുറത്തു കൊടുക്കണേ, അവരറിവില്ലാത്തവരാണ് റബ്ബേ, അവരറിവില്ലാത്തവരാണ് റബ്ബേ, അവർക്ക് പുറത്തു കൊടുക്കണം എന്ന് ആ പ്രവാചകൻ പ്രാർത്ഥിച്ചതായി അതേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രമാത്രം പ്രയാസം സഹിച്ചിട്ടാണ് പ്രവാചകന്മാർ തൗഹീദ് പറഞ്ഞത്. ആ ഘട്ടത്തിൽ പൗരോഹിത്യം മറുഭാഗത്ത് വന്നിട്ടുണ്ട്. ആ പൗരോഹിത്യമാകട്ടെ അല്ലാഹുവിലേക്കല്ല വിളിച്ചത്, പടച്ചവനിലേക്കല്ല ജനങ്ങളെ വിളിച്ചത്, നേരെ മറിച്ച് പടപ്പുകളിലേക്കാണ്. പ്രവാചകന്മാർ ജനങ്ങളെ അല്ലാഹുവിലേക്ക് വിളിക്കുമ്പോൾ, സൃഷ്ടാവിലേക്ക് വിളിക്കുമ്പോൾ, പുരോഹിതന്മാർ ജനങ്ങളെ വിളിച്ചത് സൃഷ്ടികളിലേക്കാണ്. അതാണ് അടിസ്ഥാനപരമായി പ്രവാചകന്മാരുടെ പാതയും പുരോഹിതന്മാരുടെ പാതയും തമ്മിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ലോകത്ത് നിങ്ങൾ നോക്കൂ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ നമുക്കറിയാം ഒരുപാട് പൂജിക്കപ്പെടുന്ന ദൈവങ്ങൾ നിലനിൽക്കുകയാണ്. നൂഹ് നബിയുടെ കാലഘട്ടം നമുക്കറിയാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടവുമായി അതിവിദൂരമല്ല, ദൂരമില്ല, വളരെ അടുത്താണ്. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലമെത്തിയപ്പോൾ ആദമിന്റെ മക്കൾ ശിർക്ക് ചെയ്യുകയാണ്. നൂഹ് നബിക്ക് എന്താ പറയാനുണ്ടായിരുന്നത്? തൗഹീദ് മാത്രമാണ്, ജനങ്ങളോട് തൗഹീദ് മാത്രമാണ്, ജനങ്ങളോട് തൗഹീദ് രാപ്പകലില്ലാതെ, രാപ്പകൽ ഭേദമെന്നെ ഉറക്കയും പതുക്കയും ആ പ്രവാചകൻ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരുന്നുവെന്ന് ഖുർആൻ പറയുകയാണ്. ജനങ്ങളെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു, ജനങ്ങളെ എന്ത് അപരാധമാണ് നിങ്ങൾ ചെയ്യുന്നത്, എന്ത് അക്രമമാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ റബ്ബ്, നിങ്ങളെ സൃഷ്ടിച്ച നാഥൻ, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരുക്കി തന്ന നിങ്ങൾ റബ്ബ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന രക്ഷിതാവ്, ആ രക്ഷിതാവിനെ മാത്രം ആരാധിക്കേണ്ടതിന് പകരം എത്രയെത്ര പടപ്പുകളെയാണ് നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കൂ, റബ്ബിനോട് നിങ്ങൾ പാപമോചനം തേടൂ, തീർച്ചയായും അവൻ നിങ്ങൾക്ക് പുറത്തു തരുന്നവനാണ്. നിങ്ങളുടെ സർവ്വ അപരാധങ്ങളും ആ റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരും. നിങ്ങൾ എങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്താൽ, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹമായ മഴ നിങ്ങൾക്ക് മേൽ വർഷിപ്പിച്ചു തരുമെന്ന് മാത്രമല്ല, വയുംദിദുക്കും ബി അംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ, നിങ്ങൾക്ക് സന്താന സൗഭാഗ്യം നൽകും, സാമ്പത്തിക അഭിവൃദ്ധി നൽകും, അരുവികളും തോട്ടങ്ങളും ആ റബ്ബ് ഒരുക്കിത്തരും, ഒഴുക്കിത്തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഈ ശിർക്ക് ചെയ്യരുത്, നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കണം എന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ് ജനങ്ങളെ ബോധവൽക്കരിക്കുമ്പോൾ പൗരോഹിത്യം അവിടെ ഇടപെട്ടു. ഖുർആൻ പറയുകയാണ്, പൗരോഹിത്യം അവിടെ ഇടപെട്ടു. പൗരോഹിത്യം ഇടപെട്ട് എന്താ പറഞ്ഞത്? വഖാലു, പുരോഹിതന്മാർക്ക് പറയാനുള്ളത്, ലാ തദറുന്ന ആലിഹതക്കും, നൂഹ് പറയുന്നത് കേട്ട് നിങ്ങൾ തെറ്റിപ്പോകണ്ട, നൂഹ് പറയുന്നത് കേട്ട് നിങ്ങൾ വഴിപിഴച്ചു പോകണ്ട. ലാ തദറുന്ന ആലിഹതക്കും, നിങ്ങളുടെ ഇലാഹുകളെ, നിങ്ങളുടെ ആരാധ്യന്മാരെ ഒരിക്കലും നിങ്ങൾ കൈയൊഴിയരുത്, ഒരിക്കലും നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ കൈയൊഴിയരുത്. ആരാണ് നിങ്ങളുടെ ഇലാഹുകൾ? വദ്ദൻ വലാ സുവാഅ, വദ്ദിനെ സുവാഇനെ, വലാ യഊത വയഊക വനസ്റാ, യഊതിനെ യഊകിനെ നസ്റിനെ നിങ്ങൾ കൈയൊഴിയരുത്. പുരോഹിതന്മാർക്ക് അതാണ് പറയാനുള്ളത്. പുരോഹിതന്മാർക്ക് പറയാനുള്ളത് അല്ലാഹുവിനെ കുറിച്ചല്ല, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണമെന്നല്ല. പുരോഹിതന്മാർക്ക് പറയാനുള്ളത് റബ്ബിലേക്ക് മടങ്ങണമെന്നല്ല. നേരെ മറിച്ച് പുരോഹിതന്മാർക്ക് പറയാനുള്ളത്, നിങ്ങൾ വദ്ദിനെ ഒഴിവാക്കരുത്, യഊദിനെ ഒഴിവാക്കരുത്, അതുപോലെ തന്നെ നസ്റിനെ ഒഴിവാക്കരുത്. ഇതാണ് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് എന്താ? പിന്നെ പുരോഹിതന്മാര് പറഞ്ഞത് എന്താ? ഖാലൽ മലഉ മിൻ ഖൗമിഹി, അതേ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലെ നേതാക്കന്മാരായ പുരോഹിതന്മാർ അവര് പറയുകയാണ്, ഓ നൂഹേ, ഇന്നാ ലനറാക ഫീ ളലാലിൻ മുബീൻ, നീ തൗഹീദ് പറയാൻ വന്നവനാ, അല്ലാഹുവിലേക്ക് വിളിക്കാൻ വന്നവനാ, നീ ലലാലത്തിന്റെ ആളാ, നീ പിഴച്ചവനാ, നീ പിഴപ്പിക്കുന്നവനാണ്. ഇതാണ് പിന്നെ പുരോഹിതന്മാർക്ക് പറയാനുള്ളത്.
എന്ത് തൗഹീദ് പറയുന്ന നീ പിഴച്ചവനാണ്, നീ ലലാലത്തിന്റെ ആളാണ്, വഴിപിഴപ്പിക്കുന്നവനാണ്. ഇതാണ് പുരോഹിതന്മാര് പറഞ്ഞത്. പക്ഷേ ആ സന്ദർഭത്തിൽ മഹാനായ നൂഹ് നബി നൽകുന്ന മറുപടി, യാ ഖൗം, ഓ ജനങ്ങളെ, ലൈസ ബീ ലലാല, ഞാൻ വഴിപിഴച്ചവനല്ല, എനിക്കൊരു വഴികേടില്ല. കാര്യം എന്താ? ഞാൻ തൗഹീദാ പറയുന്നത്, ആ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്നാ പറയുന്നത്, ആ റബ്ബിന്റെ വഹീനെ പിന്തുടരണമെന്നാ പറയുന്നത്. അതുകൊണ്ട് ലൈസ ബീ ലലാല, ഞാനല്ല പിഴച്ചവൻ, നേരെ മറിച്ച് ഞാൻ വലാകിന്നി റസൂലുൻ മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിങ്കൽ നിന്നുള്ള റസൂലാണ്, ദൂതനാണ്. ഉബല്ലിഗുകും റിസാലാത്തി റബ്ബി, ഞാനിവിടെ എന്റെ ഇഷ്ടം പറയുന്നില്ല, എനിക്ക് സ്വന്തമായി ഒന്നും മെനഞ്ഞുണ്ടാക്കി പറയേണ്ടതില്ല. നേരെ മറിച്ച് എന്റെ റബ്ബിൽ നിന്നുള്ള റിസാലത്ത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരികയാണ്. വഅൻസഹു ലക്കും, നിങ്ങളോട് ഏറ്റവും നല്ല ഗുണകാംക്ഷയുള്ളവനായി ഞാൻ വർത്തിക്കുകയാണ്. വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലാഹുവിൽ നിന്ന് നിങ്ങൾ അറിയാത്തത് പലതും ഞാൻ അറിയുന്നുണ്ട്, എനിക്ക് വഹയുണ്ട്, അത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാം പറയുകയാണ്. ഇവിടെ അടിസ്ഥാനപരമായി മാന്യ സഹോദരങ്ങളെ, പ്രഥമമായി തന്നെ അല്ലെങ്കിൽ പ്രഥമ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ കാലഘട്ടത്തിൽ നിന്ന് തന്നെ പുരോഹിതന്മാരുടെ വഴിയും പ്രവാചകന്മാരുടെ വഴിയും വേർതിരിയുകയാണ്. രണ്ട് വഴിത്താരയാണത്. മതരംഗത്തുള്ള രണ്ട് വഴിത്താരകൾ, ഒന്ന് വഹയിന്റേതാണ്, ഖുർആനിന്റേതാണ്, സുന്നത്തിന്റേതാണ്. മറ്റൊന്ന് പൗരോഹിത്യമാണ്. ആ പൗരോഹിത്യമാകട്ടെ തെളിവില്ലാത്ത, ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്തപ്പെട്ട, വേദഗ്രന്ഥങ്ങളിൽ കൈകടത്തിയ, പ്രമാണങ്ങളെ കോട്ടിമാട്ടിയ സിദ്ധാന്തം. ആ സിദ്ധാന്തമാണ് പുരോഹിതന്മാരുടെ കയ്യിലുള്ളത്. പ്രവാചകന്മാരുടെ കയ്യിലോ ഒരിക്കലും സ്വന്തമായി അവർക്കൊന്നും പറയാനില്ല, സ്വന്തമായ ഒന്നും തന്നെ അവർ കെട്ടിച്ചമക്കുന്നില്ല. ഒരിക്കലും അവർ മതത്തിൽ സ്വന്തമായ തീരുമാനങ്ങൾ പറയുന്നില്ല. ഒരിക്കലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നിഷ്ടം പറയുന്ന ആളല്ല, നേരെ മറിച്ച് ഇൻഹുവ ഇല്ലാ വഹ്യൂഹാ, മതം എന്ന നിലക്ക് പ്രവാചകൻ പറയുന്നത് മുഴുവൻ വഹ്യാണ്, ആ ബോധനമാണ്, അല്ലാഹുവിങ്കൽ നിന്ന് ലഭിക്കുന്ന ബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ വ്യത്യാസമാണ് പുരോഹിതന്മാരും പ്രവാചകന്മാരും തമ്മിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പുരോഹിതന്മാർ സ്വന്തമായി തത്വങ്ങൾ മെനഞ്ഞുണ്ടാക്കും, അവർക്ക് വഹയ് വേണ്ട, അവർക്ക് പ്രമാണം വേണ്ട. നേരെ മറിച്ച് ഖുർആൻ പറഞ്ഞതുപോലെ ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം തുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്, സ്വന്തം കൈകൊണ്ടവർ ഗ്രന്ഥങ്ങൾ എഴുതി ഉണ്ടാക്കും, എന്നിട്ട് സ്വന്തം അഭിപ്രായം അതിൽ എഴുതി വെക്കും. എന്നിട്ട് അവർ പറയും ഹാദാ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ്. പക്ഷെ അല്ലാഹ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലാഹ് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, അല്ലാഹ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് പുരോഹിതന്മാർ സ്വന്തമായി എഴുതി ഉണ്ടാക്കിയിട്ട് പറയുന്നു ഹാദാ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ്, ഇത് റബ്ബിങ്കൽ നിന്നുള്ളതാണ്. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ലിയഷ്തറൂ ബിഹി തമനൻ ഖലീല, ഇവർക്ക് കൈമടക്ക് കിട്ടണം. പുരോഹിതന്മാർക്ക് ആവശ്യം എന്താ? കൈമടക്കാണ്. അവർക്ക് താൽക്കാലികമായ വിഭവമാണ്, ഭൗതിക ലോകത്ത് കിട്ടുന്ന തുച്ഛമായ ലാഭങ്ങളാ. ഖുർആൻ എന്ന് പറയാണ് ലിയഷ്തറൂ ബിഹി തമനൻ ഖലീല, തുച്ഛമായ ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടിയാണ് പുരോഹിതന്മാർ എപ്രകാരം ചെയ്യുന്നത്. എന്നിട്ട് അല്ലാഹ് പറയണം അതത്ര നല്ല പണിയൊന്നാണെന്ന് വിചാരിക്കണ്ട, അങ്ങനെ ചെയ്യുന്നത് ഒരു നല്ല ഏർപ്പാടാണെന്ന് വിചാരിക്കണ്ട. സ്വന്തം കരങ്ങൾ കൊണ്ട് മതനിയമങ്ങൾ എഴുതി ഉണ്ടാക്കിയ നിമിത്തം അവർക്ക് നാശം, അത് വിറ്റ് സമ്പാദിച്ചത് മൂലവും അവർക്ക് നാശം. പുരോഹിതന്മാരുടെ ഏർപ്പാടാണ്. പ്രമാണങ്ങളെ കോട്ടുമാറ്റി അവരുടേതായ സിദ്ധാന്തങ്ങൾ സമർപ്പിക്കുക. പ്രവാചകന്മാർ പറഞ്ഞതിന് നേരെ എതിര് പറയുക, അല്ലാഹ് പറഞ്ഞതിന് നേരെ എതിര് പറയുക. ഇതാണ് മാന്യ സഹോദരങ്ങളെ നമ്മുടെ കൊച്ചു കേരളത്തിലും പുരോഹിതന്മാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം. ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിൽ പുരോഹിതന്മാർ ലോകത്തെവിടെയായിരുന്നാലും പുരോഹിതന്മാർക്ക് ഏത് കാലഘട്ടത്തിലായിരുന്നാലും നിർവഹിക്കാനുള്ള ദൗത്യം അത് തന്നെയാണ്. ആ രംഗത്ത് നമ്മുടെ കേരളത്തിലെ പുരോഹിതന്മാരും പുറകോട്ട് പോയിട്ടില്ല. ലോകത്ത് വന്ന നബിമാർ പ്രവാചകന്മാർ പറയുന്നത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, പുരോഹിതന്മാർ പറയുന്നത് പ്രവാചകനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ചത് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് പ്രഖ്യാപിക്കൂ. പ്രവാചകന്മാർ പറഞ്ഞത് ഇന്നമാ അശ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്, അല്ലാഹുവേ
തീർച്ചയായും ഞാൻ എന്റെ ശിക്കായത്ത് ബോധിപ്പിക്കുന്നത്, ഞാൻ എന്റെ അന്യായം ബോധിപ്പിക്കുന്നത് അല്ലാഹുവേ നിന്നോട് മാത്രമാണ്. ഇന്നമാ അശ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്, എന്റെ എല്ലാവിധ പരാതികളും എന്റെ എല്ലാവിധ വേവലാതികളും ഞാൻ സമർപ്പിക്കുന്നത് റബ്ബേ നിന്നിലേക്ക് മാത്രമാണ്. ഇത് നബിമാര് പറഞ്ഞ വാചകമാണ്, അമ്പിയാക്കൾ പറഞ്ഞ വാചകമാണ്. പക്ഷെ പുരോഹിതന്മാര് പറഞ്ഞതോ അള്ളാഹുവിനോടല്ല, റബ്ബിനെ വിളിച്ചുകൊണ്ടല്ല, നേരെ മറിച്ച് പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ടാ പറയുന്നത്. ഈ തൗഹീദ് പറഞ്ഞ നബിമാരെ വിളിച്ചുകൊണ്ട് തന്നെയാ പറയുന്നത്. ലോകത്ത് കടന്നുപോയ നല്ല മനുഷ്യരെ വിളിച്ചുകൊണ്ട് തന്നെയാ പറയുന്നത്. എന്ത്? ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസിരിൻ വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. വ്യത്യാസം മനസ്സിലാക്കണം. മഹാനായ പ്രവാചകൻ പറഞ്ഞ വാചകം ഇന്നമാ അശ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്, റബ്ബേ എന്റെ ശിക്കായത്ത് ബോധിപ്പിക്കുന്നത് നിന്നോടാണ്. പുരോഹിതന്മാര് പറയുന്നത് ലക അശ്കൂ ഫീഹി യാ, എന്റെ ശിക്കായത്ത് ഞാൻ ബോധിപ്പിക്കുന്നതിന് നബിയെ തങ്ങളോടാണ്. ഇതാണ് വ്യത്യാസം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശിക്കായത്ത് ബോധിപ്പിക്കുന്ന പ്രവാചകന്മാർ, എന്നാൽ പുരോഹിതന്മാരോ നബി വിളിച്ചുകൊണ്ട് പറയുകയാണെന്ത്? എന്ത്? അതേ, കുറ്റമെന്ന വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം, ആ കുറ്റമെന്ന വാഹനത്തിൽ കയറിയിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓ നബിയെ അങ്ങയോട് ആണ് അന്യായം ചോദിക്കാനുള്ളത്, നബി അങ്ങയോടാണ് എനിക്ക് പൊറുക്കല്ല ചോദിക്കാനുള്ളത്. ഈ രൂപത്തിൽ പുരോഹിതന്മാർ ജനങ്ങളെ പഠിപ്പിക്കുന്നു. എന്താ തെളിവ്? എന്താ ഇതിന് തെളിവ്? തെളിവൊന്നുമില്ല. നേരെ മറിച്ച് ദുർവ്യാഖ്യാനങ്ങൾ. ദുർവ്യാഖ്യാനിക്കുക. എന്തിനെ ദുർവ്യാഖ്യാനിക്കുക? പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനിക്കുക, വഹീനെ ദുർവ്യാഖ്യാനിക്കുക. നിങ്ങൾ കേട്ടോളൂ. എത്ര ആയത്താണ് ഖുർആൻ പിന്നെയും പറയുന്നത്. വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ഓ നബിയേ, അവർ തെറ്റ് ചെയ്തു പോയെങ്കിൽ, തെറ്റ് ചെയ്തു പോയ ഏത് കക്ഷിയും എന്താ ചെയ്യേണ്ടത്? ഖുർആനിൽ അല്ലാഹു പറയാണ്, ജാഊക തങ്ങളെ സമീപിക്കട്ടെ, ഫസ്തഗ്ഫിറുല്ലാഹ് എന്നിട്ട് അല്ലാഹുവിനോട് അവർ മാപ്പ് ചോദിക്കട്ടെ, വസ്തഗ്ഫറ ലഹുർ റസൂൽ തങ്ങളും അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യട്ടെ. ഈ റെക്കമെൻഡ് റസൂലുള്ള ചെയ്യണമെങ്കിൽ എന്ത് വേണം? നബിയോട് റെക്കമെൻഡിന് ആവശ്യപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റെക്കമെൻഡിന് ആവശ്യപ്പെടണം. ഇത് ആർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയാണ്. കണ്ടോ? എന്താണ്? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നുള്ള പറയുകയാണ്. ആ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിന് എതിർക്കാൻ അള്ളാഹുവിന്റെ റസൂലിനോട് തേടാനുള്ള തെളിവാക്കുകയാണ്. ഇതാണ് പൗരോഹിത്യം ചെയ്തത്. അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിലേക്ക് പൊറുക്കല്ല ചോദിക്കാൻ പറയുന്നു, അള്ളാഹു അള്ളാഹുവിനോട് പൊറുക്കല്ല ചോദിക്കാൻ പറയുന്നു. പുരോഹിതന്മാരാകട്ടെ റസൂലുള്ളയോടും ചോദിക്കണം, പ്രവാചകരോടും തേടണം എന്നാ പറയുന്നത്, അല്ലേ? എന്നാ മാന്യ സഹോദരങ്ങളെ, അതിനെ തെളിവാക്കി കൊണ്ടുവന്നതോ വിശുദ്ധ ഖുർആനിലെ ആയത്ത്, സൂറത്തു നിസായിലെ 64-ാമത്തെ ആയത്ത്. ആ ആയത്തിൽ എവിടെയെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനോട് പൊറുക്കല്ല ചോദിക്കണമെന്ന് പറയുന്നുണ്ടോ? നബിയോട് ഇസ്തിഗ്ഫാർ ചെയ്യണമെന്ന് പറയുന്നുണ്ടോ? പറയുന്നില്ല. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിയമം പറയുകയാണ്, നിയമം പഠിപ്പിക്കുകയാണ്. ആരുടെ കാര്യത്തിലുള്ള നിയമം? മുനാഫിക്കുകളുടെ കാര്യത്തിലുള്ള നിയമം, കപട വിശ്വാസികളുടെ കാര്യത്തിലുള്ള നിയമം. വിശുദ്ധ ഖുർആൻ ഇത് പറയുകയാണ്, അലം തറ ഇലല്ലദീന യസ്ഉമൂന അന്നഹും ആമനൂ ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക യുരീദൂന അൻ യതഹാകമൂ ഇല താഗൂതി വഖദ് ഉമിറൂ അൻ യക്ഫുറൂ ബിഹി വയുരീദു ശൈത്താനു അൻ യുദില്ലഹും ദലാലൻ ബഈദാ. അല്ലാഹു പറയുകയാണ്, അലം തറ നബിയെ താങ്കൾ കാണുന്നില്ലേ? ആരെ? അല്ലദീന യസ്ഉമൂന, അവർ വാദിക്കുന്നത്, ജൽപ്പിക്കുന്നത്, അന്നഹും ആമനു, അവർ ഈമാനുള്ളവരാണ്, വിശ്വാസികളാണെന്നാണ് വാദിക്കുന്നത്. എന്തുകൊണ്ട് വിശ്വസിച്ചവരാണ്? ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക, നബിയെ താങ്കൾക്ക് അവതരിപ്പിച്ച ഈ വിശുദ്ധ ഖുർആനിലും അതുപോലെ താങ്കൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നവരാണ് എന്നാണ് അവർ ജൽപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെ വാദിച്ചുകൊണ്ട് തന്നെ യുരീദൂന അൻ യതഹാകമൂ ഇല താഗൂത്ത്, താഗൂത്തിന്റെ അടുക്കൽ അവർ വിധി ചോദിച്ചു പോവുകയാണ്. നബിയെ താങ്കൾ ജീവിച്ചിരിക്കുമ്പോൾ വിധി തേടിയിട്ടവർ താഗൂത്തിനെ സമീപിക്കുകയാണ്. വഖദ് ഉമിറൂ അൻ യക്ഫുറൂ ബിഹി,
യഥാർത്ഥത്തിൽ അവരോട് കൽപ്പിക്കപ്പെട്ടതാകട്ടെ ആ താഗൂത്തിൽ അവിശ്വസിക്കാനാണ്. വയുരീദു ശൈത്താനു അയ്യുദില്ലഹും ലലാലൻ ബഈദാ, ശൈത്താൻ അവരെ അതിവിദൂരമായ വഴികളിൽ അകപ്പെടുത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു മുനാഫിക്കുകളെ കുറിച്ച് പറയാ, വൈദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, തആലൂ ഇലാ മാ അൻസലല്ലാഹു വ ഇലർ റസൂൽ, അല്ലാഹു അവതരിപ്പിച്ചതിലേക്ക്, അല്ലാഹു അവതരിപ്പിച്ചതിലേക്ക്, റസൂലുള്ളാഹിയിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ, റഅയ്തൽ മുനാഫിഖീന യസുദ്ദൂന അൻക സുദൂദാ, മുനാഫിക്കുകളായ ആളുകൾ അവർ ധിക്കാരത്തോടെ, അവർ അഹങ്കാരത്തോടെ അഹങ്കരിച്ച് തിരിഞ്ഞു പോകുന്നതിനൊക്കെ കാണാം. എന്നിട്ട് അല്ലാഹു അവരെ സംബന്ധിച്ച് ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറയാ, ഈ മുനാഫിക്കുകൾ നബിയെ അങ്ങയുടെ മനസ്സ് വേദനിപ്പിച്ച, അങ്ങയെ പ്രയാസപ്പെടുത്തിയ മുനാഫിക്കുകൾക്ക് അല്ലാഹ് പുറത്തു കൊടുക്കണമെങ്കിൽ അവർ നബിയെ തങ്ങളുടെ അടുക്കൽ വരണം. കാരണം അവർ അങ്ങയുടെ മനസ്സ് വേദനിപ്പിച്ചവരാണ്, അങ്ങയുടെ മനസ്സിന് പ്രയാസമുണ്ടാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ അവർ നബിയെ തങ്ങളെ സമീപിക്കണം. അങ്ങയോട് അനുസരണക്കേട് കാണിച്ച്, അങ്ങയെ ധിക്കരിച്ച്, അങ്ങ് ജീവിച്ചിരിക്കുമ്പോ താഗൂത്തിന്റെ അടുക്കൽ വിധി ചോദിച്ചു പോയി അങ്ങയുടെ മനസ്സിൽ പ്രയാസമുണ്ടാക്കിയ ഈ മുനാഫിക്കുകൾക്ക് പുറത്തു കൊടുക്കണമെങ്കിൽ, വലൗ അന്നഹും, ആ മുനാഫിക്കുകൾ ഏത് മുനാഫിക്കുകൾ, ഇല്ലലമു അൻഫുസഹും ജാഊക, അതേ സ്വന്തം ശരീരങ്ങളോട് അതിക്രമം ചെയ്ത മുനാഫിക്കുകൾ അങ്ങ് ജീവിച്ചിരിക്കുമ്പോ അങ്ങയുടെ മനസ്സിന് വേദനിപ്പിച്ചു കൊടുത്തുകൊണ്ട്, അങ്ങയെ നിസാരമാക്കിക്കൊണ്ട് താഗൂത്തിന്റെ അടുക്കൽ വിധി ചോദിച്ചു പോയ ആ മുനാഫിക്കുകൾക്ക് അല്ലാഹ് പുറത്തു കൊടുക്കണമെങ്കിൽ ആ മുനാഫിക്കുകൾ നബിയെ തങ്ങളുടെ അടുക്കൽ വരണം. എന്നിട്ട് ഫസ്തഗ്ഫിറുല്ലാഹ, അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. വസ്തഗ്ഫറ ലഹുമുർ റസൂലു, അല്ലാഹുവിന്റെ റസൂലും അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. അങ്ങനെ ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കും. അങ്ങയെ വേദനിപ്പിച്ച ആ മുനാഫിക്കീങ്ങൾ, അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കിയ മുനാഫിക്കീങ്ങൾ വെറുതെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ പുറത്തു കൊടുക്കൂല. കാര്യം എന്താ? അങ്ങയെ വേദനിപ്പിച്ചവരാണ് അവർ. അതുകൊണ്ട് നബിയെ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് അവരല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. തങ്ങളും അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. എങ്കിൽ അല്ലാഹ് പുറത്തു കൊടുക്കും. ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുകയാണ്. സ്വന്തമായി ഒരു മുനാഫിക്കാണ് സമ്മതിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, അതാണ് എന്റെ രസം. വെച്ചാൽ ഈ മുനാഫിക്കിന്റെ നിയമം ഞങ്ങൾ പാലിക്കുന്നതാണ്. കാരണം എന്താ? അവര് മുനാഫിക്കായതുകൊണ്ട് കപടവിശ്വാസികളാണ്. ആ മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാപം പുറത്തു കൊടുക്കാൻ, ആ മുനാഫിക്കുകൾക്ക് വേണ്ടി, പ്രവാചകനെ വേദനിപ്പിച്ച മുനാഫിക്കുകൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നിയമം സ്വയം ഏറ്റെടുത്തിട്ട് ഞാനും ആ മുനാഫിക്ക് തന്നെയാണ്, ഞാനും ആ രൂപത്തിൽ ചെയ്യണം എന്ന നിലപാടിലാണ്. അതന്നെ തെറ്റ്. ഖുർആൻ അങ്ങനെയല്ലുള്ളത്. പിന്നെയോ ഫസ്തഗ്ഫിറുല്ലാഹ എന്നിവിടെ കൊടുക്കുന്നു. എന്നിട്ട് ഫസ്തഗ്ഫറ ലഹുമുർ റസൂല, റസൂലു എന്നാണ് ഖുർആനുള്ളത്. ഇയാൾ റസൂല എന്ന് ആക്കി മാറ്റുന്നു. എന്നിട്ട് അർത്ഥം എങ്ങനെ എഴുതുന്നത് കേട്ടോളൂ. നിശ്ചയമായും സ്വശരീരങ്ങളോട് അക്രമം കാണിച്ചവർ തങ്ങളെ സമീപിച്ച് അല്ലാഹുവോടും റസൂലിനോടും പാപമോചനം തേടിയാൽ, കണ്ടോ, അങ്ങനെ ഖുർആനുണ്ട്. ലോകത്തുള്ള ഏതെങ്കിലും ഖുർആൻ അങ്ങനെ ഉണ്ടോ? അല്ലാഹുവിനോടും റസൂലിനോടും പാപമോചനം തേടിയാൽ എന്ന് ഖുർആനിലുണ്ടോ? ഒരിക്കലുമില്ല. അവർ അല്ലാഹുവിനോട് പാപമോചനം തേടുകയും അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്താൽ എന്നതിനെ മാറ്റിയിട്ട് അള്ളാന്റെ ആയത്ത് തന്നെ തിരുത്തിയിട്ട് അതിനൊപ്പിച്ചുകൊണ്ട് അതിനർത്ഥം എഴുതുവാൻ ശ്രമിക്കുകയാണ് നമ്മുടെ മുസ്ലിയാർ ചെയ്യുന്നത്. ഇതാണ് പുരോഹിതന്മാർ. വേദഗ്രന്ഥത്തിൽ അവർ കൈകടത്തും, പ്രമാണങ്ങളിൽ അവർ കൈകടത്തും. ഒരു പുരോഹിതൻ മറ്റേ പുരോഹിതൻ താങ്ങായി തണലായി രംഗത്ത് വരികയാണ്. ഒരു മുസ്ലിയാർ പറയുന്നത് കേട്ടോളൂ. ഇതിനെക്കുറിച്ച് ശരിക്കും എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഞാൻ പറയുന്നു. അപ്പോ 181, 150 അർത്ഥവും വാചകവും ശരി, 35 അർത്ഥം ശരി, വാചകത്തിൽ ഒരു വാചകം അച്ചടിയിൽ വിട്ടുപോയി. അച്ചടി സ്വാഭാവികമാണ്. എന്നാൽ അതിനിപ്പുറത്ത് വേറൊരു സ്ഥലത്ത് അച്ചടിയിൽ തെറ്റ് വന്നത് എന്താണ്? റസൂലു എന്ന സ്ഥലത്ത് റസൂലാന്നായി പോയി. അതേ ബുക്ക് തന്നെ അച്ചടി പെശകാണ്. വസ്തഗ്ഫറ ലഹുമുർ റസൂലാന്നായി പോയി. അവിടെ അർത്ഥത്തിലും അച്ചടി പെശക് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു തട്ടിപ്പിന് വേണ്ടിയും അട്ടിമറിക്ക് വേണ്ടിയും അദ്ദേഹം ചെയ്തതാണെങ്കിൽ 3 സ്ഥലത്തും ചെയ്യൂലേ? അത് അച്ചടി പെശക് ഏത് പുസ്തകത്തിനും ആർക്കും സംഭവിക്കൂലേ? അപ്പൊ ഈ ഒരു അച്ചടി പെശകാണ്. അത് നിങ്ങൾക്ക് കാണാം. വസ്തഗ്ഫറ ലഹുമുർ റസൂലാന്ന് മൗലവി വായിച്ചത് അച്ചടി പെശക്. അതെവിടെ? പേജ് 40. അവിടെ അർത്ഥത്തിലും അച്ചടി പെശകുണ്ട്. പേജ് 40. അവിടെ അർത്ഥത്തിലും അച്ചടി പെശകുണ്ട്. അതുപോലെ ആയത്തിലും അച്ചടി പെശക്. റസൂലു എന്നുള്ള റസൂലാന്നായി പോയിട്ടുണ്ട്.
കണ്ടോ? അപ്പൊ ആയത്തിലും അർത്ഥത്തിലും ഒരുപോലെ അച്ചടി പിശക് വന്നതാണ്. എങ്ങനെ രണ്ടിടത്തും അച്ചടി പിശക് ഉണ്ടാല്? ആയത്തും ഒരുപോലെ തെറ്റാ, അതിന്റെ അർത്ഥം അങ്ങനെ തന്നെ തെറ്റാ. ഇത് രണ്ടും എങ്ങനെ ഒരുപോലെ തെറ്റല്ലേ? ഇനി അങ്ങനെ തെറ്റിയതാണെങ്കിൽ എഴുതിയാളല്ലേ പറയേണ്ടത്? എഴുതിയാള് പറയുന്നത് എന്താ? എഴുതിയാള് പറയുന്നത് ഇതാ സുലൈമാൻ സഖാഫിയുടെ അടുത്ത പതിപ്പിലെ പുസ്തകത്തിൽ പറയുന്നത്, തവസ്സുൽ എന്ന അധ്യായത്തിൽ ആയത്തിന് നൽകിയ അർത്ഥം ആശയപരമായി തെറ്റല്ല, അർത്ഥം തെറ്റല്ല. ഇയാള് പറയാ അർത്ഥം തെറ്റാണ്. ഇതാണ് വൈരുദ്ധ്യം. ഇതാണ് പൗരോഹിത്യത്തിന്റെ വൈരുദ്ധ്യം. ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ഈ ഖുർആൻ അല്ലാഹുവിങ്കൽ നിന്നുള്ളതായിരുന്നില്ലെങ്കിൽ അതിലൊരുപാട് വൈരുദ്ധ്യം കാണാൻ കഴിയുമായിരുന്നു. ഖുർആൻ വൈരുദ്ധ്യമില്ലാത്ത എന്താ? അത് അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ്, പ്രവാചകൻ ഓതിത്തന്നതാണ്. എന്നാൽ ഇവിടെ പുരോഹിതന്മാർ വൈരുദ്ധ്യത്തിലാണ്. ഒരു പുരോഹിതൻ പറയണ അതിന് അർത്ഥവും തെറ്റാണ്, അതുപോലെ തന്നെ ആയത്തും തെറ്റാണ്, അത് അച്ചടി തെറ്റാണെന്നേ ഉള്ളൂ. പക്ഷെ എഴുതിയാള് പറയണ ആയത്തിൽ അച്ചടി തെറ്റ് വന്നു, പക്ഷെ അർത്ഥം ശരി തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ ആയത്തുകളെ തന്നെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് പൗരോഹിത്യം രംഗത്ത് വരുന്നത്. ഓരോന്നിനും ന്യായമുണ്ടാക്കുക, ഓരോന്നിനും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടാക്കുക. ഇതുവഴി എന്താ സംഭവിക്കുന്നത്? സമൂഹം ദുരാചാരത്തിലേക്ക് പോകും. നാളെ പാരത്രിക ലോകത്ത് രക്ഷപ്പെടേണ്ട ആദർശം, ആ ആദർശം കൈയൊഴിഞ്ഞിട്ട് ഇസ്ലാമിക വിരുദ്ധമായ ആദർശത്തിലേക്ക് ജനം മാറിപ്പോവുകയാണ്. ഈ സമൂഹത്തെ കൊള്ളയടിക്കാനുള്ള കൊള്ളക്കാർ, മതക്കൊള്ളക്കാർ രംഗപ്രവേശനം ചെയ്യുകയാണ്. മതക്കൊള്ളക്കാർ കടന്നു വരികയാണ്. ഞാൻ വെറുതെ പറയുകയല്ല, നിങ്ങൾ കണ്ടോളൂ. എല്ലാവരും ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട വലിയുല്ലാഹി ഷെയ്ഖുന ഷെയ്ഖ് ജമാലുദ്ദീൻ അൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ദുആ ചെയ്യുന്നതിനായി മജ്ലിസിലേക്ക് വരികയാണ്. എല്ലാവർക്കും ദുആയിൽ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യം വാളണ്ടിയേഴ്സ് ചെയ്തു കൊടുക്കുക. അസ്സലാമു അലൈക്കും. يا كتب الملائكة والإنس والجن يا كتب البر والبحر يا كتب المشرق والمغرب يا كتب السماوات والأرض يا كتب العرش والكرسي واللوح والقلم يا غوث الأعظم يا شيخ الأعظم يا شيخ الأعظم يا شيخ الأعظم يا أستاذ الأعظم يا إمام الأعظم يا إمام الدين يا إمام المتقين